നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 24-ാം തീയതി 1200-ാം ആണ്ട് കർക്കടക മാസം 8-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. മറ്റൊന്ന് ഇന്ന് അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ ശരിക്ക് ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത സമയമാണ്. അതായത് പൂർണ്ണമായി ഇരുട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. ഇന്നത്തെ കർക്കിടക മാസത്തിലെ അമാവാസിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പിതൃദർപ്പണം ചെയ്യുന്ന ദിവസമാണ്. കർക്കിടക ബലി ദർപ്പണം ചെയ്യുന്ന ദിവസമാണ്. കാരണം ഒരു വർഷത്തെ ഒരു ദിവസം മാത്രമേ ആത്മാക്കൾക്ക് അവരുടെ തലമുറയെ കാണാനായിട്ട് അനുവാദമുള്ളൂ. ആ ദിവസമാണ് കർക്കിടക വാലി ഭാവ് ദിവസം. ആത്മലോകത്ത് നിന്ന് ആത്മാക്കൾ പിതൃക്കൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ പിതൃദർപ്പണം ചെയ്യണേ, പിതൃക്കൾക്ക് ബലിയർപ്പണം ചെയ്യണേ. ബലികർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ദിവസമാണ്. കാരണം എന്താണ്? പിതൃക്കളെ സ്മരണ. ഇപ്പോൾ പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോ അപ്പൂപ്പനോ മാത്രമല്ല. ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മരണം കഴിഞ്ഞാൽ അടുത്തൊരു ജന്മം എടുത്ത് വരാൻ വേണ്ടി ചിലപ്പോൾ നൂറ്റുകണക്ക് വർഷം കഴിഞ്ഞെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആത്മാക്കൾ ചിലപ്പോൾ ജന്മം എടുക്കാതെ നമ്മളെ പിതൃക്കൾ നിൽക്കുന്നുണ്ടാവാം. അവരും വരും. അതുകൊണ്ടാണ് നമ്മൾ ബലിയർപ്പണം ചെയ്യുന്ന സമയത്ത് ആചാര്യന്മാർ നമുക്ക് മന്ത്രം പറയുമ്പോൾ ജ്ഞാത അജ്ഞാത പിതൃക്കളെന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരണേ. കാരണം അറിഞ്ഞോ അറിയാതെയുള്ള എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പിതൃതർപ്പണം ചെയ്യണേ. അപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും 5 മക്കളുണ്ട് അല്ലെങ്കിൽ 2 മക്കളുണ്ട്, ഇതിൽ ചേട്ടൻ ചെയ്യുന്നു അല്ലെങ്കിൽ അനിയൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല. ആർക്കൊക്കെ സൗകര്യമുണ്ടോ അവരെല്ലാം പിതൃതർപ്പണം ചെയ്യണം. പിതൃക്കളെ സന്തോഷിപ്പിച്ച് വിടണം. അത് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി തീരും. ഒരു വർഷത്തേക്ക് അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിൽക്കുമെന്നാണ്. അത്ര ശക്തമാണ് പിതൃക്കളുടെ അനുഗ്രഹം. അതുകൊണ്ട് പിതൃതർപ്പണം ചെയ്യാതെ ഇരിക്കുന്നത് പാപകർമ്മമാണ്. ഒരുപാട് ദുരിതങ്ങൾ വരാൻ ഇടവരും. അതുകൊണ്ട് ഇന്ന് കർക്കിടക വാവാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വിദേശത്തായാലും പല സംഘടനകൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. കാരണം പിതൃതർപ്പണം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള സഹായങ്ങൾ പലതരത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം പിതൃതർപ്പണം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊള്ളാവുന്നതിലുപരി അല്ലാതെ മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും നല്ല ദിവസമല്ല. ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ആത്മാക്കൾ നടക്കുന്ന ദിവസമാണ്, ഇന്ന് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കർക്കിടക മാസത്തിലെ അമാവാസി വന്നിട്ടുള്ള പുണർദ നക്ഷത്രം, ഇന്ന് പുണർദ നക്ഷത്രമാണ്, ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നിങ്ങളെ കഷ്ടകാല സമയമാണ് ഈ ഒരു വർഷവും. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അമാവാസിയും അതുപോലെ സാർത്ഥവും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ വന്നു ചേരും. സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇരുട്ട് വ്യാപിക്കുമെന്നാണ്. അപ്പോൾ ഇരുട്ട് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും അത്ര സ്മൂത്തായി പോകത്തില്ല. അതുകൊണ്ട് ശരിക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൂടുതലായിട്ട് അമാവാസിക്ക് വന്നുകൊണ്ട് ഒരു വർഷവും പൗർണമി വ്രതം നോക്കണം. പൗർണമിക്ക് ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റണം. പൗർണമി വ്രതം നോക്കി ദേവീക്ഷേത്രത്തിലെ പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ദോഷത്തിൻ്റെ ശക്തി ക്ഷയിക്കും. ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാലം ഇന്ന് പറഞ്ഞത് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്ക് 2 മണി 5 മിനിറ്റ് തൊട്ട് 3 മണി 38 മിനിറ്റ് വരെ രാവുകാല
സമയം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും 9:26 തൊട്ട് 10:57 വരെ ഗുളികകാല സമയവും, അതുപോലെ 6:16 തൊട്ട് 7:50 വരെ യമകണ്ഠകാല സമയവും. ഈ 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ശരിക്ക് അമാവാസി ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിന് എടുക്കാതെ, മൊത്തത്തിൽ ഇരുട്ടി വ്യാപിച്ചിരിക്കുന്ന സമയമാണ്, എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ മഞ്ഞ കളറോ അതുപോലെ ഗോൾഡൻ കളറിലോ ഉള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും കൈ കരുതുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം പിതൃകർമ്മം ചെയ്യുന്ന ദിവസമാണ്. എല്ലാവരും അവരവരുടെ പിതൃക്കളെ സ്മരിക്കുക. അപ്പോൾ എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.